ഇനി നമുക്ക് പഠിക്കാനുള്ളത് എ സിക്കകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എ സി സർക്യൂട്ടാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സർക്യൂട്ടാണ് ആർ ഒള്ളി സർക്യൂട്ട്. ആർ എന്ന് പറഞ്ഞാൽ അറിയാലോ, റെസിസ്റ്റൻസ്. അതായത് സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ് മാത്രം ഉള്ളപ്പോൾ ഉള്ള സിറ്റുവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വി ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി. വി നോട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആയിരുന്നു അല്ലേ. അപ്പം ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിനെ വി വെച്ച് ഡിനോട്ട് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ വി ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി. ഓക്കെ, ആൻഡ് ലെറ്റ് ഐ ഡിനോട്ട് ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇൻസ്റ്റന്റേനിയസ് കറണ്ടിനെ ഞാൻ ഐ വെച്ച് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബൈ ഓംസ് ലോ വി ഈക്വൽ ടു ഐ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഈക്വൽ ടു വി ബൈ ആർ. വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? വി നോട്ട് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഈ വി നോട്ട് ബൈ ആറിനെ എനിക്ക് എന്ത് ചെയ്യാം? ഐ നോട്ട് എന്ന് എഴുതാം. ഈ വിയുടെ ഇക്വേഷൻ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. വി ഈക്വൽ ടു ആരാണ്? വി നോട്ട് സൈൻ ഒമേഗ ടി. അപ്പം അടുത്ത സ്റ്റെപ്പിൽ വി നോട്ട് ബൈ ആറിന് പകരം ഞാൻ എന്ത് എഴുതി? ഐ നോട്ട് എന്ന് എഴുതി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന എന്താ? വി നോട്ടിൻ്റെ ഇക്വേഷൻ വിയുടെ ഇക്വേഷൻ വി നോട്ട് സൈൻ ഒമേഗ ടി ആൻഡ് ഐ ഇസ് ഐ നോട്ട് സൈൻ ഒമേഗ ടി. വി നോട്ട് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്, ഐ നോട്ട് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. വി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്, ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. അപ്പം നമുക്ക് നോക്കുമ്പം ആരാണ് വലുത്? വോൾട്ടേജ് ആണോ വലുത്? കറണ്ട് ആണോ വലുത്? നമുക്കറിയാം കറണ്ട് കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? കറണ്ട് കിട്ടാനായിട്ട് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്തു അല്ലേ. ദാറ്റ് മീൻസ് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ കാട്ടി ചെറുതായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കറണ്ട് വോൾട്ടേജ് എന്തായിരിക്കും? എങ്ങനെ റിലേറ്റഡ് ആയിരിക്കും? കറണ്ട് ഇസ് ലെസ് ദാൻ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ഒരു ഫേസ് ആംഗിളിൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് വോൾട്ടേജിന്റെ ഗ്രാഫ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വരച്ച ഗ്രാഫാണ് വോൾട്ടേജിന്റെ ഗ്രാഫ്. അതേപോലെ തന്നെ ആയിരിക്കും കറണ്ട് വരുന്നത്. പക്ഷേ കറണ്ടിന്റെ പീക്ക്നെസ് അത്രയും ഉണ്ടാവില്ല. കറണ്ട് വോൾട്ടേജിനെ കാട്ടി കുറച്ചും കൂടി കുറവായിരിക്കും. വോൾട്ടേജ് കുറച്ച് കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് കറണ്ട് പോകുന്നത്. പക്ഷേ കറണ്ടിന്റെ വാല്യൂ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി. കറണ്ടിന്റെ ഇക്വേഷൻ കറണ്ട് ഐ ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി. ഈ ഒമേഗ ടി അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നതാണ് ഫേസ് ആംഗിൾ. ഇവിടെ നോക്കിക്കേ, രണ്ടിന്റെയും ഫേസ് ആംഗിൾ സെയിം അല്ലേ? സൈൻ ഇവിടെ ഒമേഗ ടി ആണ്, ഇവിടെ ഒമേഗ ടി ആണ്. അതായത് ഫേസ് ആംഗിൾ അവരുടെ രണ്ടുപേരെ സെയിം ആയിരിക്കും. അതായത് ഫേസ് ആംഗിൾ സെയിം ആണെങ്കിൽ അവരുടെ ഇടയ്ക്ക് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. അതായത് ഒമേഗ ടി വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഫേസ് ഡിഫറൻസ് വെച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം. ഓക്കെ, ഇവിടെ ഞാൻ എന്താ എടുത്തേ? ഇവിടെ ഞാൻ ടൈം എടുത്തു, ഇവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എടുത്തു. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വലുതായിരിക്കും. അതാണ് ഞാൻ ഈ ഇത്രയും നീളത്തിൽ വരച്ചേക്കുന്ന ലൈൻ. ഈ ടോട്ടൽ ലെങ്തിൽ വരച്ചേക്കുന്ന ലൈനിനെ നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? വി നോട്ട് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കറണ്ട് വോൾട്ടേജിന്റെ അതേപോലെ ആയിരിക്കും, പക്ഷെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതേ ലൈനിൽ തന്നെ ഞാൻ ആരെ വരച്ചു? കറണ്ട് വരച്ചു. കറണ്ട് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞില്ല ഇവിടുത്തെ ഫേസ് ആംഗിൾ എത്ര? ഒമേഗ ടി. അപ്പം ഇവിടുന്ന് ഈ ലൈൻ വരെയുള്ള ആംഗിൾ എന്തായിരിക്കും? ഒമേഗ ടി ആംഗിൾ ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം ഓഫ് ആർ ഒള്ളി സർക്യൂട്ട്.